മനുഷ്യരാശിയേക്കാൾ 30 ലക്ഷം മടങ്ങ് എണ്ണം കൂടുതലുള്ള ഒരു വലിയ നാഗരികതയോടൊപ്പമാണ് നമ്മൾ താമസിക്കുന്നത് എന്നറിയാമോ? നമ്മുടെ നാഗരികതയ്ക്ക് 1 ലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. അവരുടേതിനാകട്ടെ 10 കോടി വർഷത്തോളം പഴക്കമുള്ളതാണ്. നമ്മൾ നിരന്തരം അവരോട് ഇടപഴകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ അവരെ ആശ്രയിക്കുന്നു. അവരില്ലാതെ നമുക്ക് തീർച്ചയായും നിലനിൽപ്പ് പോലുമില്ല. എന്നാൽ ഈ നാഗരികത നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യമുള്ളവരല്ല. മാത്രമല്ല, ഇതൊരു തരത്തിലുമുള്ള ബാക്ടീരിയകളല്ല. ഈ ജീവികൾ സ്വന്തമായി ഒരു സമൂഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് വ്യക്തമായ ശ്രേണിയും തൊഴിലുകളും കരിയർ ഗോവണികളുമുണ്ട്. അവർ ചെറുപ്പക്കാരെ പഠിപ്പിക്കുകയും കുട്ടികളെ പരിപാലിക്കുകയും കൂട്ടമായി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 10 കോടി വർഷങ്ങൾക്കിടയിൽ ഭൂമിയിലെ ഓരോ പ്രബല വിഭാഗങ്ങളെയും അവർ എളുപ്പത്തിൽ അതിജീവിച്ചു കഴിഞ്ഞു. ഇതൊരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ ഇതങ്ങനെയല്ല. നമ്മൾ അറിയാൻ പോകുന്നത് തേനീച്ചകളെയാണ്. ഭൂമിയിൽ എത്ര തേനീച്ചകളുണ്ട്? അവർക്ക് എത്ര ഭാരമുണ്ട്? ഭൂമിയിലെ ഏറ്റവും വലിയ തേനീച്ച ഏതാണ്? അവരെവിടെയാണ് താമസിക്കുന്നത്? തേനീച്ചകൾ എങ്ങനെയാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തുന്നത്? തേനീച്ചകൾ മുഴുവൻ അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ മനുഷ്യരാശിക്ക് പിന്നീട് എന്ത് സംഭവിക്കും? അതികഠിനമായ ശൈത്യകാലത്തെ ഈ തേനീച്ചകൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. ഇരുണ്ടതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഒരു തൊഴുത്തിൽ പലക ഭിത്തികളിലെ വിള്ളലുകളിലൂടെ മങ്ങിയ വെളിച്ചം വരുന്നിടത്ത് മേൽക്കൂരയിലും ഭിത്തികളിലും വിചിത്രമായ നാരുകളാൽ ഘടിപ്പിച്ചിരിക്കുന്ന ചില കൂടുകളുടെ കൂമ്പാരം അവൻ കണ്ടു. ചിലതിൽ നിന്നും ഒഴുകുന്ന ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. സജീവമായതും തികച്ചും അന്യഗ്രഹ ജീവിയുടേതുപോലുള്ളതുമായ ഒന്ന് ആ കൂടിനുള്ളിൽ വളരുന്നുമുണ്ടായിരുന്നു. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ളൊരു സാധാരണ സയൻസ് ഫിക്ഷൻ സിനിമകളുടെ തുടക്കം ഇങ്ങനെയായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ സ്ക്രീനിൽ ഇതുപോലൊന്ന് കണ്ടിട്ടുമുണ്ടാകാം. ഭൂമിയിൽ അത്തരത്തിലുള്ള ഒന്നുമില്ലല്ലോ എന്ന് നിങ്ങൾ ഓർത്ത് ആശ്വസിച്ചിട്ടുമുണ്ടാകാം. പക്ഷേ നിങ്ങൾക്കുറപ്പുണ്ടോ? അതെ, ഇത് ട്രിഗോണ ഇറ്റാമ, തേനീച്ചകളുടെ ഒരു കൂടാണ്. എന്നാൽ ഇത് എങ്ങനെ സാധ്യമാണ്? ഒരു തേൻകൂട് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാമല്ലോ. 3D പ്രിൻ്ററിൽ നിന്ന് വന്ന ഒന്നിനെ പോലെ തോന്നിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തേൻകൂടിൻ്റെ അത്തരത്തിലുള്ള കൃത്യമായ ഷഡ്ഭുജ രൂപം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നത് രസകരമാണ്. ഇത് സാധാരണയായി നമുക്ക് തോന്നുന്നു, കാരണം നമ്മളിത് കണ്ട് ശീലിച്ചിരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവ നമ്മെ അത്ഭുതപ്പെടുത്തും. ഈ തേൻകൂടുകൾ തികച്ചും അന്യഗ്രഹ ജീവികളുടേതുപോലെ തോന്നിപ്പിക്കുന്നു. എന്നാൽ തേനീച്ചകളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ കൂടിൻ്റെ ആകൃതിയാണ് ഏറ്റവും കുറഞ്ഞ അത്ഭുതമെന്ന് നിങ്ങളോട് പറഞ്ഞാലോ? നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിൽ ഈ പരിചിതമായ കൊച്ചു കൂട്ടുകാർ മാത്രമല്ല, നിലവിലുള്ള ഒരേ ഒരു വർഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ടാകും. ആഗോളതലത്തിൽ 20,000-ലും അധികം തേനീച്ച വർഗ്ഗങ്ങളുണ്ട്. ഇത് എല്ലാ സസ്തനികളുടെയും പക്ഷികളുടെയും വർഗ്ഗങ്ങൾ ചേർത്ത് വെച്ചാലും അതിനേക്കാളും കൂടുതലാണ്. എന്നാൽ അവ വർഗ്ഗങ്ങളാണ്. മൊത്തം എണ്ണത്തിൻ്റെ കാര്യമോ? ഈ ഭീമാകാരമായ സംഖ്യ ഗ്രഹിക്കുവാൻ പോലും പ്രയാസമാണ്. അറിവുള്ളതാണെങ്കിൽ പോലും ശാസ്ത്രത്തിന് ലഭ്യമായ തുച്ഛമായ വിവരങ്ങളും പരസ്പര വിരുദ്ധമായ അറിവുകളും കാരണം ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നത് അസാധ്യമാണ്. തേനീച്ച വർഗ്ഗങ്ങളിൽ 96% അധികം മോശമായി പഠിക്കപ്പെട്ടവരാണ്. അതിലും ഉയർന്ന ശതമാനം വേണ്ടത്ര രേഖപ്പെടുത്തപ്പെട്ടിട്ടുമില്ല. എന്നിരുന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ലഭ്യമായ വിവരങ്ങളിൽ നിന്നും ഏകദേശം കണക്കാക്കിയ ഉറുമ്പുകളുടെ എണ്ണവുമായി നമുക്കിതിനെ താരതമ്യം ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മൾ തേനീച്ചകളെ ഉറുമ്പുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കാണും. ആകെ ഭൂമിയിൽ ഏകദേശം 11,000 ഇനം ഉറുമ്പുകളുണ്ട്. ഇവയുടെ ആകെ എണ്ണം 10,000 ട്രില്യൺ അല്ലെങ്കിൽ 10 ക്വാഡ്രില്യൺ ആണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തേനീച്ചകൾ ഇതിൻ്റെ ഇരട്ടി ഇനമുണ്ട്. എന്നിരുന്നാലും ഉറുമ്പുകളുടെ എണ്ണം ഇരട്ടിയാകുന്നത് ഒരു ലളിതവൽക്കരണമായിരിക്കാം. നമുക്കിത് മറ്റൊരു കോണിൽ നിന്നും പരിഗണിക്കാം. വളർത്തുന്ന തേനീച്ചകളുടെ എണ്ണത്തെക്കുറിച്ച് നമുക്ക് ഏകദേശ ധാരണയുണ്ട്. കാരണം ആഗോള തേൻ ഉൽപ്പാദന വ്യവസായത്തിൻ്റെ കൂടുകളുടെ എണ്ണത്തെക്കുറിച്ച് ചില സ്ഥിതിവിവര കണക്കുകൾ ലഭ്യമാണ്. വിവിധ കണക്കുകൾ പ്രകാരം ലോകത്ത് വളർത്തുന്ന തേനീച്ചകളുടെ 10 കോടി കൂടുകൾ വരെയുണ്ട്. ഓരോ കൂട്ടിലും ഏകദേശം 10,000 മുതൽ 60,000 വരെ തേനീച്ചകളും ഉണ്ടാകാം. അങ്ങനെ ലോകത്ത് 1 മുതൽ 6 ട്രില്യൺ വരെ വളർത്തുന്ന തേനീച്ചകളുണ്ട്.
കാട്ടുതേനീച്ചകളുടെ എത്ര കോളനികൾ ഉണ്ടാകാം എന്നത് വലിയ ചോദ്യമാണ്. എന്നാൽ വളർത്തുന്നവയേക്കാൾ കൂടുതലാണോ അതോ അവ കുറവാണോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും കുറഞ്ഞത് വളർത്തുന്നവയുടെ അത്രയെങ്കിലും കാട്ടുതേനീച്ചകളും ഉണ്ടാകാം. ചില കണക്കുകൾ പ്രകാരം അത് അവയേക്കാൾ വളരെയേറെ കൂടുതലാണ്. എന്നിരുന്നാലും ജാഗ്രതയ്ക്കായി നമുക്ക് ഏറ്റവും കുറഞ്ഞ പരിധി കണക്കാക്കാം. വളർത്തുന്ന തേനീച്ചകളുടെ കാര്യത്തിൽ എല്ലാം വ്യക്തമാണ്. എന്നാൽ മറ്റ് 20,000 ഇനങ്ങളുടെ കാര്യമോ? അവയിൽ ഒരു ചെറുഭാഗം മാത്രമേ വളർത്തപ്പെടുന്നുള്ളൂ എന്ന് ഓർക്കുക. അതിനാൽ കാര്യങ്ങൾ കൂടുതൽ ലളിതമാകുവാൻ നമുക്ക് കാട്ടുതേനീച്ചകളെ മാത്രം പരിഗണിക്കുകയും ഓരോ വർഗത്തിലും ഏകദേശം 1 ട്രില്യൺ ജനസംഖ്യയുണ്ടെന്ന് ഏകദേശമായി കരുതുകയും ചെയ്യാം. ഒരു തേനീച്ചയുടെ ശരാശരി ഭാരം 100 മില്ലിഗ്രാം മാത്രമാണ്. മറ്റെല്ലാ തരത്തിലുമുള്ളവയുടെ ഏകദേശം ശരാശരി മൂല്യമായി നമുക്കിതിനെ എടുക്കാം. 1 ട്രില്യൺ തേനീച്ചകളെ 100 മില്ലിഗ്രാം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1,00,000 ടൺ ലഭിക്കും. ഇത് ഒരു വർഗത്തിൻ്റെ മാത്രം മൊത്തം ഭാരമാണ്. 20,000 ഇനങ്ങളിൽ ഒന്നു മാത്രമാണ് ഇത് എന്ന് ഓർക്കുക. മുന്നോട്ട് പോയാൽ മറ്റ് തേനീച്ച വർഗങ്ങൾക്കും ഏകദേശം ഒരേ ജനസംഖ്യയും ഭാരവും ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ 1,00,000 ടണ്ണിനെ 20,000 ഇനങ്ങൾ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 2 ബില്യൺ മെട്രിക് ടൺ ലഭിക്കുകയും ചെയ്യും. സമീപകാലത്തെ കണക്കുകൾ പ്രകാരം മനുഷ്യരാശിയുടെ മൊത്തം ഭാരം എന്നത് ഏകദേശം 390 ദശലക്ഷം മെട്രിക് ടണ്ണാണ്. ലോകത്തെ എല്ലാ തേനീച്ചകളും മനുഷ്യരാശിയേക്കാൾ കുറഞ്ഞത് 5 മടങ്ങ് ഭാരമുള്ളവരാണ് എന്ന് ഇത് തെളിയിക്കുന്നു. എല്ലാ വർഗങ്ങളിലുമായി മൊത്തം തേനീച്ച ജനസംഖ്യ 20 ക്വാഡ്രില്യൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കുകൂട്ടലാണ് ഇത് എന്ന് നിങ്ങളെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. എല്ലാ തേനീച്ച വർഗങ്ങളുടെയും യഥാർത്ഥ ജനസംഖ്യ അജ്ഞാതമാണ്. പക്ഷേ മൊത്തത്തിലുള്ള സംഖ്യയുടെ ക്രമം ഇങ്ങനെയായിരിക്കാം. പൂക്കളുള്ള എല്ലായിടത്തും ഈ തേനീച്ചകളെ നമുക്ക് കാണാം. അന്റാർട്ടിക്ക ഒഴികെ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവ വസിക്കുന്നു. എല്ലാ ദിവസവും തേനീച്ചകൾ ആഗോളതലത്തിൽ 1 ട്രില്യണിലും അധികം പൂക്കളിൽ പരാഗണം നടത്തുന്നുണ്ട്. 1 ട്രില്യൺ എന്നത് 12 പൂജ്യങ്ങൾ അടങ്ങുന്ന വലിയ സംഖ്യയാണ് എന്ന് ഓർക്കണം. എല്ലാത്തരം തേനീച്ചകളും കോളനികളിൽ വസിക്കുന്നവരോ ഭാവിയിലേക്കായി വലിയ അളവിൽ തേൻ ശേഖരിക്കുന്നവരോ അല്ല. നേരെ മറിച്ച് അതൊരു ന്യൂനപക്ഷം മാത്രമാണ്. തേനീച്ചയെപ്പോലുള്ള സവിശേഷമായ സാമൂഹിക ജീവികൾ മിക്കവാറും ഒരു അപവാദമാണ്. അത്തരം വർഗങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം തേനീച്ച വർഗങ്ങളും ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും എന്തിനാണ് അവർ പൂമ്പൊടി ശേഖരിക്കുന്നത് എന്നും നിങ്ങൾക്കറിയാമോ? അത് വളരെ ലളിതകരമാണ്. തേനീച്ചകൾ തേനും പൂമ്പൊടിയും കഴിക്കുന്നു. പൂമ്പൊടി പ്രോട്ടീനുകളുടെ ഉറവിടമാണ്. തേൻ കാർബോഹൈഡ്രേറ്റുകളുടെ ഉറവിടമാണ്. അങ്ങനെയെങ്കിൽ തേനീച്ച വളർത്തുന്നവർ പുതിയ തേൻ ശേഖരിക്കുമ്പോൾ അവർ തേനീച്ചകളെ കൊള്ളയടിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അതെ എന്ന് പറയാം. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലുകളിലെ ഏറ്റവും വലിയ ധാർമ്മിക പ്രശ്നങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. എന്നാൽ നമ്മൾ തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിനായി പ്രത്യേക തരത്തിൽ വളർത്തിയെടുക്കുന്ന തേനീച്ചയേക്കാൾ കൂടുതൽ തേനീച്ചകൾ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് മനുഷ്യർ ഒരിക്കലും തേനീച്ചകളുടെ ശത്രുക്കളല്ല. എന്നാൽ അവർക്ക് ചില യഥാർത്ഥ ശത്രുക്കളുണ്ട്: കടന്നലുകൾ. തേനീച്ചകളുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടാണ് കുട്ടിക്കാലത്ത് നമ്മൾ കാർട്ടൂണുകളിൽ നിന്നും പഠിച്ചിട്ടുള്ളത്. ഇത് ശരിയാണ്. എന്നാൽ അതേസമയം അവർ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ കൂടിയാണ്. ഉറുമ്പുകളെപ്പോലെ വാസ്തവത്തിൽ നമ്മൾ ചിമ്പാൻസികളുമായി ഉള്ളതിനേക്കാൾ കൂടുതൽ ബന്ധം ഉറുമ്പുകൾക്കും തേനീച്ചകൾക്കും കടന്നലുകളായിട്ടാണുള്ളത്. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ക്രിറ്റീഷ്യസ് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഉയർന്നു വന്ന തേനീച്ചകളും ഉറുമ്പുകളും ലോകത്തിലെ ഏറ്റവും വിജയകരമായ സാമൂഹിക പ്രാണികളായി മാറി. അവർ പല ഭൗമ ആവാസ വ്യവസ്ഥകളെയും കീഴടക്കി. മറ്റുള്ളവർക്കൊപ്പം ദിനോസറുകളെയും എളുപ്പത്തിൽ അവർ അതിജീവിച്ചു. ഇന്നുവരെ തുടരുന്ന ആഗോള പരിസ്ഥിതി സ്വാധീനം ചെലുത്തുകയും ചെയ്തു. എല്ലാറ്റിലും ഉപരി ഏകദേശം 90% കാട്ടുചെടികളും ലോകത്തിലെ 75% പ്രധാന വിളകളും പരാഗണത്തിനായി അവർ ആശ്രയിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഓരോ മൂന്നാമത്തെ ഉരുളയും തേനീച്ചയെപ്പോലുള്ള പരാഗണകാരികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പരാഗണത്തെ ആശ്രയിക്കുന്ന വിളകൾ അല്ലാത്തവയേക്കാൾ വളരെ വിലപ്പെട്ടവയാണ്. ഉദാഹരണത്തിന്, നേരിട്ടോ അല്ലാതെയോ തേനീച്ചകളെ ആശ്രയിക്കുന്ന ഒരു ബിഗ് മാക്കിൽ നിന്ന് നിങ്ങൾ എല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൺ അല്ലാതെ മറ്റൊന്നും അവശേഷിക്കുകയില്ല. കാരണം ഗോതമ്പ് പരാഗണത്തിന് ആവശ്യമില്ല. ചില കണക്കുകൾ പ്രകാരം തേനീച്ചകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ മനുഷ്യരാശി മുഴുവനും അടുത്ത 4 വർഷത്തിൽ കൂടുതൽ അതിജീവിക്കില്ല. നമ്മൾ എല്ലാവരും പട്ടിണി കിടന്ന് മരിച്ചു പോകും.
അവർ ചുറ്റുമുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. തേനീച്ചകൾ വളരെ വൈവിധ്യമാർന്ന മൃഗവിഭാഗമാണ്. അവയുടെ വലിപ്പത്തിൽ പരസ്പരം 10 ഇരട്ടി വരെ വ്യത്യാസമുണ്ടാകാം. ഉദാഹരണത്തിന്, ലോകത്തിലെ ഏറ്റവും ചെറിയ കുള്ളൻ തേനീച്ച പെർഗിറ്റ മിനിമയാണ്. ഇത് വെറും 2 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ളവയാണ്. ഒരു കാർട്ടൂൺ കഥാപാത്രം പറഞ്ഞ പോലെ, ഒരു പ്രാണിയായിരിക്കുക എന്നത് പ്രയാസകരമാണ്. എന്നാൽ പെർഡിറ്റ മിനിമ ഈ വലിപ്പം സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇതിന് മിക്കവാറും എവിടെയും ഒളിച്ചു നടക്കാം. വളരെ കുറച്ച് ഭക്ഷണം മാത്രം മതി. വലിയ അഭയം നിർമ്മിക്കേണ്ടതുമില്ല. ഒരു സാധാരണ തേനീച്ചയ്ക്ക് ഒരു ദിവസത്തെ പൂമ്പൊടി ഈ കുഞ്ഞിന് ഒരാഴ്ച മുഴുവൻ നിലനിൽക്കാൻ സാധിക്കും. ഒരു മുതിർന്ന മനുഷ്യൻ്റെ തള്ളവിരലിനേക്കാൾ വലിപ്പമുള്ള ഒരു വലിയ തേനീച്ചയുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? അതിന് സ്റ്റാഗ് വണ്ടിൻ്റെ താടിയെല്ലുകൾ പോലെയാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേനീച്ച, മെഗാച്ചൽ പ്ലൂട്ടോ, അല്ലെങ്കിൽ വാലസിൻ്റെ ഭീമൻ തേനീച്ച. 1958 ശാസ്ത്രജ്ഞനായിരുന്ന ആൽഫ്രഡ് വാലസാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. എന്നാൽ ഉടനെ തന്നെ ഈ ഒരു ഇനത്തിൻ്റെ ജനസംഖ്യ വളരെ വേഗം കുറഞ്ഞു. അവസാനമായി ഇവയെ കണ്ടെത്തിയത് 1981 ഇന്തോനേഷ്യൻ ദ്വീപായ ബെച്ചാനിലായിരുന്നു. അന്ന് ഗവേഷകർ 6 കൂടുകൾ ഇവയുടെ കണ്ടെത്തി. അതിനുശേഷം പുതിയ വിവരങ്ങളൊന്നുമില്ല. ഏകദേശം 40 വർഷങ്ങൾ ഇന്ന് കടന്നുപോയി. ഭീമൻ തേനീച്ച വംശനാശം സംഭവിച്ചതായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അടുത്ത കാലത്തുണ്ടായ ഒരു കണ്ടെത്തൽ വലിയ തരംഗമുണ്ടാക്കി. 2019 ഫെബ്രുവരി 21 പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരുടെയും ഒരു പ്രാദേശിക പ്രകൃതി ശാസ്ത്രജ്ഞരുടെയും സംഘം ഇന്തോനേഷ്യയിലെ ഒരു മരത്തിലെ ചിതൽ കോളനിയിൽ ഒരു പെൺ തേനീച്ചയെ കണ്ടെത്തി. വാലസിന്റെ കുറിപ്പുകളെ അടിസ്ഥാനപ്പെടുത്തി ഗവേഷകർ അദ്ദേഹത്തിന്റെ വഴി പിന്തുടരുകയും അതേ ദ്വീപിൽ തന്നെ ഒരു ഭീമൻ തേനീച്ചയെ കാണുകയും ചെയ്തു. ഇനി നിലവിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഈ പറക്കുന്ന ബുൾഡോഗിനെ കാണുന്നത് തികച്ചും വിസ്മയിപ്പിക്കുന്നതാണ് എന്ന് അന്നത്തെ പര്യവേഷണ സംഘത്തിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ക്ലേ ബോൾട്ട് പറഞ്ഞു. ശരാശരി ചിറകുകളുടെ വിസ്താരം ഏകദേശം 6 സെന്റിമീറ്റർ ആണെന്ന് കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിസ്മയത്തിൽ അത്ഭുതപ്പെടാനില്ല. ഈ വർഗത്തിലെ പെൺ തേനീച്ചകൾക്ക് കൂട് നിർമ്മിക്കാനുള്ള വസ്തുക്കളെ ശേഖരിക്കുവാൻ ഭീമാകാരമായ താടിയല്ല ആവശ്യമാണ്. മരത്തടികൾക്കുള്ളിലെ ചിതൽപുറ്റുകളാണ് അവർ വസിക്കുന്ന സ്ഥലം. മരത്തിൻ്റെ കറ ഉപയോഗിച്ച് ചിതലുകളിൽ നിന്നും തങ്ങളുടെ വീടിനെ അവർ വേർതിരിക്കും. കണ്ടെത്തിയ പെൺ തേനീച്ചകളെ ഫോട്ടോയും വീഡിയോയും എടുത്ത ശേഷം തിരികെ കാട്ടിലേക്ക് തന്നെ അയച്ചു. ഈ തേനീച്ചകളെ ശരിക്കും പ്രകൃതിയിൽ കാണാം. ഇനി ഈ കുഞ്ഞ് സാധാരണ തേനീച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. എന്നിരുന്നാലും നമുക്ക് സാധാരണ എന്ന് പറയുമ്പോൾ തേനീച്ചകളെക്കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിയാമെന്ന് നമ്മൾ എങ്ങനെയോ അനുമാനിക്കുന്നു. എന്നാൽ അത് ശരിയല്ല. അതിനാൽ ഇനി മുതൽ നമ്മുടെ കഥ പൂർണ്ണമായും അവരെ കേന്ദ്രീകരിച്ചായിരിക്കും. ഒരു തേനീച്ചയ്ക്ക് അതിൻ്റെ ജീവിതകാലത്ത് ഒരു ടേബിൾ സ്പൂൺ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 270 ഗ്രാമോളം ബിഗ് ഐലൻഡ് ബീസ് ഹണി ഉൽപ്പാദിപ്പിക്കുവാൻ 683 തേനീച്ചകൾ ഇനി പറയുന്നവ ചെയ്യണം. ഏകദേശം 52,589 കിലോമീറ്റർ പറക്കുക, 3.9 ദശലക്ഷത്തിലും അധികം പൂക്കളെ സന്ദർശിക്കുക, കൂട്ടിലേക്ക് കൊണ്ടുവരികയും 2.7 കിലോഗ്രാം നെക്ടർ സംസ്കരിക്കുകയും ചെയ്യുക. 270 ഗ്രാം തേനിന് മാത്രമാണിത് എന്ന് ഓർക്കുക. 1 കിലോ തേനുണ്ടാക്കുവാൻ തേനീച്ചകൾ 4 മുതൽ 8 ദശലക്ഷം വരെ പൂക്കൾ സന്ദർശിക്കേണ്ടതുണ്ട്. ഈ മധുരപലഹാരം ഉൽപ്പാദിപ്പിക്കുവാൻ ഫാക്ടറികൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോന്നിനും ശരാശരി 50,000 ജീവനക്കാരുമുണ്ട്. അത്തരമൊരു ഫാക്ടറിയുടെ വലിപ്പം 46x46 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ സംസാരിക്കുന്നത് ഒരു സാധാരണ വാണിജ്യ തേനീച്ചക്കൂടിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ്. തേനീച്ചകളുടെ ശരാശരി കൂട്ടത്തിന് 6 മുതൽ 8 കിലോ വരെ ഭാരമുണ്ടാകാം. അത്തരമൊരു കൂടിനെ ഫാക്ടറി എന്ന് വിളിക്കുന്നത് അതിശയോക്തിയല്ല. 10,000കണക്കിന് ജീവജാലങ്ങൾ ഓരോ ദിവസവും കൂടിനുള്ളിൽ ജോലി ചെയ്യുന്നു. ഓരോരുത്തരും അവരവരുടെ തൊഴിൽ വിവരണത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ആയുസ്സിൽ മിക്കവാറും എല്ലാ തൊഴിലാളി തേനീച്ചകളും വീട്ടുജോലിക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, പലചരക്ക് വ്യാപാരികൾ, ശ്മശാന ജീവനക്കാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ നിരവധി തൊഴിലുകൾ കൈകാര്യം ചെയ്യുന്നു. ഈ ജോലികൾക്കെല്ലാം ശേഷം മാത്രമാണ് പൂക്കളിൽ പരാഗണം നടത്തുക എന്ന നമുക്കറിയാവുന്ന ജോലി തേനീച്ച തുടങ്ങുന്നത് പോലും. ഇവരെല്ലാം തൊഴിലാളി തേനീച്ചകളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജോലി ചെയ്യാത്തവരുണ്ടോ? തീർച്ചയായും. തേനീച്ചകൾ സാമൂഹിക പ്രാണികളാണ്. അതായത് അവർ കോളനികളിൽ വസിക്കുന്നു. ഇക്കാര്യത്തിൽ അവർക്ക് ഉറുമ്പുകളുമായി വളരെയധികം സാമ്യമുണ്ട്. എന്നാൽ തേനീച്ച സമൂഹം അതിൻ്റേതായ രീതിയിൽ തികച്ചും സവിശേഷതയുള്ളവരാണ്. കോളനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സുപ്രധാനമായതുമായ അംഗമാണ് റാണി.
കോളനിയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെ തകർച്ചയും ജനസംഖ്യ കുറയുന്നതും അവളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കോളനിയിൽ ഒരു റാണി മാത്രമേ ഉള്ളൂ. ബാക്കി 10,000-കണക്കിന് തേനീച്ചകൾ അവളുടെ സന്തതികളാണ്. അപൂർവമായ മാറ്റത്തിൻ്റെ കാലഘട്ടങ്ങളിൽ 2 റാണികൾ ഉണ്ടായേക്കാം. പഴയതും ചെറുപ്പവും അല്ലെങ്കിൽ ഒരു സമ്മിശ്ര കോളനി. കൂട്ടിലെ ഏക പൂർണ്ണ വളർച്ചയെത്തിയ പെൺതേനീച്ച റാണിയാണ്. അവൾക്ക് മാത്രമേ മുട്ടയിടാൻ കഴിയൂ. അവളുടെ ജീവിതത്തിൽ ഉടനീളം അവൾ അതുമാത്രമേ ചെയ്യാറുമുള്ളൂ. അങ്ങനെയെങ്കിൽ ആരാണ് തൊഴിലാളി തേനീച്ചകൾ? ആൺ തേനീച്ചകളാണോ? അല്ല, അവരും പെണ്ണുങ്ങളാണ്. പക്ഷേ അവരുടെ പ്രത്യുൽപാദന ശേഷി തടയപ്പെട്ടിരിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, ഉറുമ്പ് കോളനികളും ഇതേ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവർ ബന്ധുക്കളാണല്ലോ. കോളനിയുടെ പ്രധാന ജീവനുള്ള യൂണിറ്റാണ് തൊഴിലാളി തേനീച്ച, ഈ മെറ്റാഫോറിക്കൽ ഫാക്ടറിയുടെ പ്രധാന എഞ്ചിൻ. അവർ എല്ലാ ജോലികളും ചെയ്യുന്നു. ഭൂമിയിലെ ഏറ്റവും കഠിനാധ്വാനികളായ ജീവികളായിട്ടാണ് അവ അറിയപ്പെടുന്നത്. തേനീച്ചകൾ നിസ്വാർത്ഥതയുടെ പ്രതീകമാണെന്നതിൽ അതിശയിക്കാനില്ല. തൊഴിലാളി തേനീച്ചകളുടെ അസാധാരണമായ ത്യാഗത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതൽ സംസാരിക്കാം. കോളനിയിലെ 3ാമത്തെ പൗരൻ ഡ്രോൺ എന്നറിയപ്പെടുന്ന ആൺ തേനീച്ചകളാണ്. റാണിയിൽ നിന്നും വ്യത്യസ്തമായി അവരിൽ പലരുണ്ട്. തൊഴിലാളി തേനീച്ചകളിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്. അവർ എന്താണ് ചെയ്യുന്നത്? ഡ്രോണുകൾ പൂർണ്ണ വളർച്ച എത്തിയ ആണുങ്ങളായതിനാൽ അവർ പ്രത്യുൽപാദനം ഉറപ്പാക്കുന്നു എന്ന് കരുതുന്നത് യുക്തിസഹമാണ്. എന്നാൽ മറ്റെന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ കാര്യങ്ങളെല്ലാം വളരെ രസകരമാണ്. ഒരു ജീവി എന്ന നിലയിൽ തേനീച്ച എന്താണ് എന്ന് നമുക്ക് നോക്കാം. മറ്റേതൊരു പ്രാണിയെയും പോലെ തന്നെ ഒരു തേനീച്ച തികഞ്ഞ ഒന്നായി കാണപ്പെടുന്നു, പ്രത്യേകിച്ച് മാക്രോ ഫോട്ടോഗ്രഫിയിൽ. ആകർഷകരമായ അന്യഗ്രഹ രൂപങ്ങളുള്ള കുറ്റമറ്റ ഒരു സംവിധാനം. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. തേനീച്ചയുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നത് ഉറപ്പുള്ള ഒരു കൈറ്റിനസ് എക്സോസ്കെലിറ്റനാണ്. ഇക്കാര്യത്തിൽ മനുഷ്യരെക്കാൾ കൂണുകളായിട്ടാണ് തേനീച്ചകൾക്ക് കൂടുതൽ സാമ്യമുള്ളത്. ഇതൊരു തമാശയല്ല, കാരണം കൂണുകളുടെ കോശസ്തരങ്ങളിൽ കൈറ്റിൻ കാണപ്പെടുന്നു. ഒരു തേനീച്ചയുടെ ശരീരം തല, നെഞ്ച്, വയറ് എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ രോമങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ശരീരഭാഗങ്ങൾ നേർത്ത ഇലാസ്റ്റിക് സ്തരങ്ങളാൽ ബന്ധിച്ചുമിരിക്കുന്നു. തേനീച്ചയ്ക്ക് എത്ര കണ്ണുകളുണ്ടെന്നറിയാമോ? തേനീച്ചയുടെ തലയിൽ 5 കണ്ണുകളുണ്ട്. തേനീച്ചകൾക്ക് ദൃശ്യമായ 2 വലിയ സംയുക്ത കണ്ണുകളും അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത 3 ചെറിയ ലളിതമായ കണ്ണുകളുമുണ്ട്. ഇവ തലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. തലയിൽ തികച്ചും വിചിത്രമായ ഈ 5 കണ്ണുകൾക്ക് പുറമെ തലയിൽ 2 രസകരമായ ആൻറ്റിനകളുമുണ്ട്. ഇവ പെണ്ണുങ്ങളിൽ 11 ഭാഗങ്ങളും ഡ്രോണുകളിൽ 12 ഭാഗങ്ങളും ചേർന്നതാണ്. തേനീച്ചകൾ അവയുടെ ആൻറ്റിനകൾ ഉപയോഗിച്ച് ചുറ്റുമുള്ളതെല്ലാം അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതൊരിക്കലും തൊടാനുള്ള അവയവമല്ല, മറിച്ച് അപ്രതീക്ഷിതമായ ഒന്നാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. തേനീച്ചയുടെ മുൻവശത്ത് വായ ഒരു ഇടുങ്ങിയ കൈറ്റിനസ് സ്ട്രിപ്പാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇതാണ് മുകളിലെ ചുണ്ട്. വശങ്ങളിലായി മുകളിലേക്ക് താടിയെല്ലുകൾ അല്ലെങ്കിൽ മാൻഡിബിൾസ് സ്ഥിതി ചെയ്യുന്നു. താഴത്തെ ചുണ്ടും ഒരു ജോഡി താഴത്തെ താടിയെല്ലുകളും ചേർന്ന ഒരു തുമ്പിക്കൈ രൂപപ്പെടുന്നു. പെണ്ണുങ്ങളുടെ ഉദരം 6 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഡ്രോണുകൾക്കാണെങ്കിൽ 7 ഭാഗങ്ങളുമുണ്ട്. നമുക്ക് സാധാരണ കാണുവാൻ സാധിക്കുന്ന പോലെ തേനീച്ചകൾക്ക് 2 ചിറകുകളല്ല ഉള്ളത്, 4 ചിറകുകളുണ്ട്. പ്യൂപ്പ ഘട്ടത്തിലാണ് ഈ ചിറകുകൾ രൂപപ്പെടുന്നത്. മുൻചിറകുകൾ വലുതും പിൻചിറകുകൾ ചെറുതുമാണ്. പറക്കുമ്പോൾ മുൻചിറകുകളും പിൻചിറകുകളും കൂട്ടിച്ചേർത്ത് ഒരൊറ്റ തലമായിട്ടാണ് മാറുന്നത്. അതിനാൽ പിൻജോടി ചിറകുകളുടെ മുൻവശത്തുള്ള ചെറിയ കൊളുത്തുകൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് തേനീച്ച ഇരിക്കുമ്പോൾ 2 ചിറകുകൾ മാത്രമുള്ളതുപോലെ തോന്നുന്നത്. തേനീച്ച ലാൻഡ് ചെയ്യുമ്പോൾ ഈ കൊളുത്തുകൾ വിട്ടുമാറുകയും ചിറകുകൾ ശരീരത്തോട് ചേർന്ന് മടങ്ങുകയും ചെയ്യുന്നു. ഇത്തരം കൊളുത്തുകളുടെ ആകെ എണ്ണം 17 മുതൽ 28 വരെയാണ്. ഒരു തേനീച്ചയ്ക്ക് ഭാരമില്ലാതെ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗതയിൽ പറക്കുവാൻ കഴിയും. ഭാരമുണ്ടെങ്കിൽ അത് 20 അല്ലെങ്കിൽ 30 കിലോമീറ്റർ വരെ ആകാം. ഓരോ സെക്കൻഡിലും 200 മുതൽ 250 തവണ വരെ ചിറകുകൾ അടിക്കുന്നു. ഇവർക്ക് കൂട്ടിൽ നിന്നും 3 മുതൽ 4 കിലോമീറ്റർ വരെ ദൂരം പറക്കുവാൻ കഴിയും, ചിലപ്പോൾ അതിലും ദൂരത്തേക്ക്. തേനീച്ചകളുടെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ അവയെല്ലാം എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നതാണ്. സംയുക്ത കണ്ണുകൾ, ഫാസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ധാരാളം ചെറിയ കണ്ണുകൾ ചേർന്നതാണ്. റാണിക്കാണ് ഏറ്റവും കുറവ്, 3 മുതൽ 4000 വരെ. തൊഴിലാളി തേനീച്ചകൾക്ക് ഇത് വളരെ കൂടുതൽ ആവശ്യമായിട്ടുള്ളതാണ്. അതിനാൽ അവർക്ക് ഓരോ കണ്ണിനുള്ളിലും 5000 ഫാസ്റ്റുകൾ വരെ ഉണ്ടാകാം.
10,000 ഫാസ്റ്റുകൾ വരെയുള്ള ഡ്രോണുകൾക്കാണ് ഏറ്റവും മൂർച്ചയേറിയ കാഴ്ചശക്തിയുള്ളത്. പൊതുവെ തേനീച്ചകൾക്ക് മികച്ച കാഴ്ചശക്തിയുണ്ട്. എന്നാൽ തലയുടെ മുകളിലായി 3 ചെറിയ ലളിതമായ കണ്ണുകൾ എന്തിനാണ്? ഈ മാന്ത്രികത നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൽക്കാലം നമുക്കത് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. തേനീച്ചകൾക്ക് പോളറൈസ്ഡ് പ്രകാശം കാണുവാൻ കഴിയും. അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന പ്രകാശം. സൂര്യൻ മേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുമ്പോൾ പോലും സൂര്യനെ ഉപയോഗിച്ച് വഴി കണ്ടെത്തുവാൻ അത് അവരെ അനുവദിക്കുന്നു. നിറങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചുവപ്പായി കാണുന്ന നിറം തേനീച്ചകൾക്ക് കാണുവാൻ കഴിയില്ല. മഞ്ഞയ്ക്കും നീലയ്ക്കും പുറമെ അൾട്രാ വയലറ്റ് തിരിച്ചറിയുവാൻ അവർക്ക് കഴിയും. ഇനി നമുക്ക് അവരുടെ ആൻറ്റിനകൾ കാണാം. തേനീച്ചകളെ സംബന്ധിച്ചിടത്തോളം അവ ഗന്ധം അറിയുന്നത് ഈ അവയവങ്ങൾ വഴിയാണ്. നമ്മളെ ശ്വാസകോശത്തിലേക്ക് വായു പമ്പ് ചെയ്യുന്നത് പോലെ തേനീച്ചകൾക്ക് ശ്വസിക്കുവാൻ കഴിയില്ല. സ്പൈറക്കിൾസ് എന്നറിയപ്പെടുന്ന അവരുടെ ശരീരത്തിലെ ദ്വാരങ്ങളിലൂടെ വായു നേരിട്ട് പ്രവേശിക്കുന്നു. തേനീച്ചകൾ വായു ശ്വസിക്കാത്തതിനാൽ മണം പിടിക്കുവാൻ അവയ്ക്ക് സ്പർശിക്കേണ്ടതില്ല. അതിനാണ് ഈ ആൻറ്റിനകൾ ഉപയോഗിക്കുന്നത്. അവയിൽ ഘ്രാണസുഷിരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഒരുപാട് സെൻസിറ്റീവാണ്. മണമുള്ളിടത്ത് രുചിയുണ്ട്. തേനീച്ചകൾക്ക് അത് അറിയുവാൻ സാധിക്കുമോ? തീർച്ചയായും. തേനീച്ചകളുടെ രുചി സെൻസറുകൾ അവരുടെ തൊണ്ടയിലും തുമ്പിക്കൈയിലും ആൻറ്റിനയിലും കാലുകളിലും പോലും സ്ഥിതി ചെയ്യുന്നുണ്ട്. തേനീച്ചകൾക്ക് നല്ല കേൾവി ശക്തിയുമുണ്ട്. പക്ഷേ സ്വാഭാവികമായും അത് നമ്മുടേതുപോലെ പ്രവർത്തിക്കുന്നില്ല. നെഞ്ചിലെയും വയറിലെയും ചില ഭാഗങ്ങളിലും മുൻകാലുകളുടെ താഴത്തെ ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക അവയവങ്ങളിലൂടെ തേനീച്ചകൾ സ്പർശനങ്ങൾ തിരിച്ചറിയുന്നു. കൂടാതെ താപനില, ഈർപ്പം, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എന്നിവ കണ്ടെത്തുവാനുള്ള ഡിറ്റക്ടറുകൾ തേനീച്ചകളിലുണ്ട്. ഇതെല്ലാം തേനീച്ചകളുടെ ആ ആൻറ്റിനകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും അറിഞ്ഞപ്പോൾ തന്നെ തേനീച്ചകൾ അന്യഗ്രഹ ജീവികളാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് അല്ലേ? ഇതിലും അവിശ്വസനീയമായ, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിചിത്രമായ കാര്യങ്ങളാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്.